ഓക്കെ, ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇവിടെ എന്താ പറഞ്ഞത്? Let the line L1 is parallel to the vector -3i plus 2j plus 4k and passing through 2, 6, 7. അപ്പോൾ ആ ലൈനെ കുറിച്ച് ആദ്യം പറയട്ടോ. ഒരു ലൈൻ ഉണ്ട് അല്ലേ? ആ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? 2, ഇതാണ് L1 കേട്ടോ. ആ L1 2, 6, 7 പാസ് ചെയ്യുന്നുണ്ട് അല്ലേ? ദെൻ ആ ലൈന് വേറെ ഒരു വെക്ടറിനോട് പാരലാണ് അല്ലേ? ആ വെക്ടർ ആരാ? -3i plus 2j plus 4k പാരലാണ് അല്ലേ? അങ്ങനെ ആ ലൈൻ്റെ ഇക്വേഷൻ എന്താ? പാസ് ചെയ്യുന്ന പോയിന്റ് പാരലൽ വെക്ടർ ഇല്ലേ? പാസ് ചെയ്യുന്ന പോയിന്റ് പാരലൽ വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താ? x - x1/a y - y1/b z - z1/c അല്ലേ? അപ്പൊ എന്താ? x - x1 ആരാ? 2 ബൈ a എന്താ? -3 y - y1 ആരാ? 6 ബൈ b ആരാ? 2 z - z1 ആരാ? 7 ബൈ c എന്താ? 4. ഇതല്ല ലൈൻ്റെ ഇക്വേഷൻ വരാം. അപ്പൊ ആ ലൈൻ്റെ ഇക്വേഷൻ കിട്ടി അല്ലെ? ഇനി അടുത്ത കേസ് എന്താ? Another line L2 parallel to the vector. വേറൊരു ലൈൻ ഉണ്ട് L2 അല്ലെ? ആ L2 പാരലൽ വെക്ടർ ആരാ? 2i plus 1j plus 3k അല്ലെ? ആൻഡ് പാസിംഗ് ത്രൂ 4, 3, 5 അല്ലെ? അപ്പൊ എന്താ ലൈൻ ഇക്വേഷൻ വരിക? x - 4/a എന്താ? 2 y - 3/1 പിന്നെ z - 5/3. ഇതല്ലേ ആ ലൈൻ്റെ ഇക്വേഷൻ വരിക അല്ലെ? അപ്പൊ L1 ആയി L2 ആയി അല്ലെ? ഇനി ക്വസ്റ്റ്യൻ പറയുന്നതാണ്, ഇത് ലൈൻ L3 ഈസ് പാരലൽ ടു ദിസ് വെക്ടർ ആൻഡ് ഇന്റർസെക്ട് L1 ആൻഡ് L2 അല്ലെ? അതായത് വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ചെയ്ത ടൈപ്പ് തന്നെയാണ്. L1 എന്ന ലൈൻ ഉണ്ട്, L2 എന്ന വേറെ ലൈൻ ഉണ്ട് അല്ലെ? L1 ഉണ്ട്, L2 ഉണ്ട്. എന്താ L1ന്റെ ഇക്വേഷൻ? L1ന്റെ ഇക്വേഷൻ ഇതല്ലേ? ഇതാണ് L1ന്റെ ഇക്വേഷൻ. ഞാൻ വേണമെങ്കിൽ ഇത് കോപ്പി എടുക്കാം. This is the equation of L1. ഇതാണ് L1 അല്ലെ? ഇനി L2ന്റെ ഇക്വേഷൻ എന്താ? ഇതല്ലേ L2ന്റെ ഇക്വേഷൻ? This is the equation of L2. ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, a line parallel to ഒരു ലൈൻ ഉണ്ട് അല്ലെ? ആ ലൈൻ വേറെ ഏതോ വെക്ടറിനോട് പാരലാ. ആ വെക്ടർ ആരാ? -3i plus 5j plus 16k ഇതല്ലേ? -3i plus 5j plus 16k -3i plus 5j plus 16k അല്ലെ? ആ ലൈൻ, ഈ ലൈൻ L3 കേട്ടോ. ആ L3 എന്ത് ചെയ്യുന്നുണ്ട്? L1നെയും കട്ട് ചെയ്യുന്നുണ്ട്, L2നെയും കട്ട് ചെയ്യുന്നുണ്ട്. ആ L1 L2നെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആരൊക്കെ? സിയും ഡി ആ. സിയും ഈ പോയിന്റ് ആരാ? സി. ഈ പോയിന്റ് ആരാ? ഡി. അങ്ങനെ നമുക്ക് എന്ത് കാണും? സി ഡിന്റെ സ്ക്വയർ കാണും അല്ലെ? ചുരുക്കി പറഞ്ഞാലേ സി ഡി എന്ന വെക്ടർ ഉണ്ടല്ലോ, ഇത് സി ഡി എന്ന വെക്ടർ അല്ലേ? ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ കാണും. എടാ, വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലേ ആ വെക്ടറിന്റെ ലെങ്ത്തിന്റെ സ്ക്വയർ അല്ലേ? അവിടെ ചുരുക്കി പറഞ്ഞാലേ ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലേ കാണേണ്ടത്? ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കാണും. ഓക്കെ, ഇപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കാണുമെങ്കിൽ ആദ്യം ഈ പോയിന്റും കണ്ടാൽ പോരെ അല്ലെ? ആ രണ്ട് പോയിന്റ് കണ്ടാൽ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ പോരെ. പക്ഷെ ഈ രണ്ട് പോയിന്റ് നമുക്ക് അറിയില്ലല്ലോ. ഈ പോയിന്റ് അറിയില്ല, ഈ പോയിന്റ് അറിയില്ല അല്ലെ? അറിയാത്ത പോയിന്റ് എപ്പോഴും പാരാമെട്രിക് ഫോമിൽ എടുക്കേണ്ടത് അല്ലെ? അപ്പൊ ആദ്യം ഈ പോയിന്റ്, ഈ ലൈനിലെ പോയിന്റ് അല്ലേ അല്ലെ? ആ ലൈനിലെ പോയിന്റ് ആകുമ്പോൾ അതിന്റെ പാരാമെട്രിക് ഫോം എടുക്കുക. എന്താ വരിക? x - 2 / -3 ലാംഡ അല്ലേ? അപ്പൊ x - 2 -3 ലാംഡ അല്ലേ? അപ്പൊ x ആരാ? -3 ലാംഡ പ്ലസ് 2. x ആരാ? -3 ലാംഡ പ്ലസ് 2. ഇനി y - 6/2 ലാംഡ അല്ലേ? സോ y - 6 2 ലാംഡ അല്ലേ? y എന്താ? 2 ലാംഡ പ്ലസ് 6 അല്ലേ? ഇനി z - 7/4 ലാംഡ അല്ലേ? അപ്പൊ z - 7 4 ലാംഡ അല്ലേ? z എന്താ? 4 ലാംഡ പ്ലസ് 7 അല്ലേ? ഇവിടെയോ ഈ പോയിന്റോ? x - 4/2 ഒരു ലാംഡ കൊടുത്തത് മ്യൂ ആക്കി അല്ലെ? അവിടെ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിലെ പോയിന്റാ അല്ലെ? അപ്പൊ ആ ലൈനിന്റെ പാരാമെട്രിക് ഫോം എടുക്കുക. ഇത് ഓൾറെഡി ലാംഡ എടുത്തത് മ്യൂ ആക്കി. അപ്പൊ എന്താ? x - 4/2 മ്യൂ അല്ലെ? അപ്പൊ x - 4 2 മ്യൂ ആണ്. x എന്താ? 2 മ്യൂ പ്ലസ് 4 അല്ലെ? z - 3 മ്യൂ ആണ്. അപ്പൊ z എന്താ? മ്യൂ പ്ലസ് 3 അല്ലെ? ഇനി z - 5/3 മ്യൂ അല്ലേ? അപ്പൊ z - 5 3 മ്യൂ അല്ലേ? അപ്പൊ z എന്താ? 3 മ്യൂ പ്ലസ് 5. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ എനിക്ക് കണ്ട് സി ഡി എന്ന ഡിസ്റ്റൻസാ കണ്ടാ? സി ഡി എന്ന ഡിസ്റ്റൻസാ. എടാ, സി ഡി എന്ന ഡിസ്റ്റൻസ് ആണെങ്കിലേ സി എന്ന പോയിന്റും ഡി എന്ന പോയിന്റ് കാണും അല്ലെ? പക്ഷെ സി എന്ന പോയിന്റ് കാണെങ്കിൽ ഇനി എന്ത് കാണും? ലാംഡ കാണണ്ടേ അല്ലെ? ലാംഡ കിട്ടിയാൽ സി കിട്ടൂലേ? അപ്പൊ ഡി എന്ന പോയിന്റ് കാണെങ്കിൽ മ്യൂ കണ്ട പോലെ. സോ മ്യൂ കണ്ടാൽ നമുക്ക് കിട്ടും ഡി കിട്ടൂലേ അല്ലെ? അപ്പൊ എന്ത് കാണും? ലാംഡ കാണാം, മ്യൂ കാണും. അപ്പൊ തന്നെ ഇൻഫോർമേഷൻ ഉപയോഗിച്ച് എന്ത് കാണും? ലാംഡ കാണാം, മ്യൂ കാണും അല്ലെ? അതായത് അതെങ്ങനെയാണ്? ഇവിടെ നോക്കി, സി ഡി ബാർ എന്ന വെക്ടർ എന്താ? വട്ട് ഈസ് സി ഡി ബാർ?
What is CD bar? സെക്കൻഡ് മൈനസ് ഫസ്റ്റ് അല്ലേ? സി അറിയാം, ഡി അറിയാം, സെക്കൻഡ് മൈനസ് ഫസ്റ്റ് എന്താ വരിക? 2 mu മൈനസ് ഓഫ് മൈനസ് 3 ലാംഡ എന്താ? 2 mu പ്ലസ് 3 ലാംഡ. 2 mu പ്ലസ് 3 ലാംഡ. പിന്നെ 4 മൈനസ് 2 എത്രയാ? 2 ആയി. പ്ലസ് പിന്നെയോ mu പ്ലസ് 3 മൈനസ് 2 ലാംഡ പ്ലസ് 6. mu പ്ലസ് 3 മൈനസ് 2 ലാംഡ പ്ലസ് 6 ഇതെന്താ വരിക? mu മൈനസ് 2 ലാംഡ മൈനസ് 3 അല്ലേ? യെസ്. പിന്നെയോ ഇതേ മൈനസ് ഇതല്ലേ? അപ്പൊ എന്താ? 3 mu മൈനസ് 4 ലാംഡ. പിന്നെ എടാ 5 മൈനസ് 7 മൈനസ് 2 അല്ലേ? ഇതാണ് സി ഡി ബാർ അല്ലേ? എടാ ഇനി ഈ കാണുന്ന ലൈനിന്റെ പാരൽ വെക്ടർ ഇതല്ലേ? ആ പാരൽ വെക്ടർ ആരാ? മൈനസ് 3i പ്ലസ് 5j പ്ലസ് 16k അല്ലേ? 5j പ്ലസ് 16k അല്ലേ? അവിടെ ക്വസ്റ്റ്യനിൽ വൃത്തിയായിട്ട് പറഞ്ഞില്ലേ ഈ രണ്ട് ലൈനും കൊളീനർ ആവില്ലേ? ഇതല്ലേ സി ഡി ബാർ? ഇതല്ലേ ഈ വെക്ടർ? രണ്ട് വെക്ടറും പാരലൽ അല്ലേ? അല്ലെങ്കിൽ കൊളീനർ അല്ലേ? രണ്ട് വെക്ടർ കൊളീനർ ആണെങ്കിലേ റേഷ്യോ സെയിം ആയിരിക്കൂലേ? രണ്ട് വെക്ടർ കൊളീനറാ. കൊളീനർ ആകുമ്പോൾ റേഷ്യോ എന്താണ്? സെയിം ആണ്. അപ്പൊ റേഷ്യോ എന്താ? ഇതേ ബൈ ഇത്. അപ്പൊ എന്താ? 2 mu പ്ലസ് 3 ലാംഡ പ്ലസ് 2 ബൈ മൈനസ് 3 ഇതേ ബൈ ഇത്. അപ്പൊ എന്താ? mu മൈനസ് 2 ലാംഡ മൈനസ് 3 ബൈ 5 ഇതേ ബൈ ഇത്. അപ്പൊ എന്താ? 3 mu മൈനസ് 4 ലാംഡ മൈനസ് 2 ബൈ 60 ഇത് സെയിം ആയിരിക്കും അല്ലെ? അവിടെ ഇത് സോൾവ് ചെയ്തെങ്കിൽ ലാംഡ മ്യൂ കിട്ടൂല്ലേ അല്ലെ? ആദ്യം ഞാൻ ഇതുണ്ട് സോൾവ് ചെയ്യട്ടോ. ഇതുണ്ട് സോൾവ് ചെയ്യാം. എന്താ വരാ? 2 mu പ്ലസ് 3 ലാംഡ പ്ലസ് 2 ബൈ മൈനസ് 3 ഈക്വൽ ആരാ? mu മൈനസ് 2 ലാംഡ മൈനസ് 3 ബൈ 5 ക്രോസ് ചെയ്യുമ്പോൾ തരാ 5 into 2 mu 10 mu 5 into 3 ലാംഡ 15 ലാംഡ 5 into 10 അല്ലേ? അല്ലെ? ഇത് ഇങ്ങോട്ടോ മൈനസ് 3 into mu മൈനസ് 3 mu അല്ലേ? മൈനസ് 3 into മൈനസ് 2 ലാംഡ 6 ലാംഡ അല്ലേ? അല്ലെ? മൈനസ് 3 മൈനസ് 3 9 അല്ലേ വരിക അല്ലെ? ഇനി ഇത് ഇങ്ങോട്ട് വരുമ്പോഴേ 10 mu പ്ലസ് 3 mu 13 mu ആവില്ലേ? 15 mu മൈനസ് 6 mu 9 mu ആവില്ലേ? അല്ലെ? ഇത് വന്ന 9 മൈനസ് 10 മൈനസ് 1 അല്ലേ? അത് കിട്ടി. ഓക്കെ. ഇനി ഇത് രണ്ടും ഞാൻ ഇക്വേറ്റ് ചെയ്യാം. ഇത് രണ്ടും അപ്പൊ വേറെ ഇക്വേഷൻ കിട്ടൂലേ? എന്താ വരിക? 60 into mu 16 mu അല്ലെ? 60 into മൈനസ് 2 ലാംഡ മൈനസ് 32 ലാംഡ 60 into മൈനസ് 3 മൈനസ് 48 അല്ലെ? 5 into 3 mu 15 mu 5 into മൈനസ് 4 മൈനസ് 20 ലാംഡ 5 into മൈനസ് 2 എന്താ? മൈനസ് 10 അല്ലേ? അല്ലെ? ഇനി ഈ മ്യൂ വന്നാലേ 16 mu മൈനസ് മ്യൂ എന്താ? മ്യൂ അല്ലേ? ഈ മൈനസ് 20 ലാംഡ വന്നാലേ മൈനസ് 32 ലാംഡ പ്ലസ് 20 ലാംഡ മൈനസ് 12 ലാംഡ അല്ലേ? അല്ലെ? ഈ മൈനസ് 48 ഇങ്ങോട്ടാലേ 48 മൈനസ് 10 38 ആവൂലേ? കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് നോക്കണം. അപ്പൊ എന്തായി? മ്യൂ മൈനസ് 12 ലാംഡ എന്താ? 38 അല്ലെ? അപ്പൊ മ്യൂ ആരോടെ? 38 പ്ലസ് 12 ലാംഡ അല്ലേ? അല്ലെ? ഇതിവിടെ കൊടുത്താൽ പോരെ അല്ലെ? അപ്പൊ എന്താവും? 13 മ്യൂ എന്താ? 38 പ്ലസ് 12 ലാംഡ പ്ലസ് ഇത് 9 എന്തത്? 9 ലാംഡ അല്ലേ? ഒരു മിനിറ്റ്. 10 mu 13 mu 9 ലാംഡ എടുത്ത് 9 ലാംഡ പ്ലസ് 9 ലാംഡ മൈനസ് 1 അല്ലേ? അല്ലെ? ഇവിടെ നമുക്ക് ലാംഡ ഇട്ടൂല്ലേ അല്ലെ? ഇവിടെ നമുക്ക് എന്തിടും? ലാംഡ ഇട്ടും. ആ ലാംഡ വാല്യൂ എന്ത് സോൾവ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. വെറുതെ സമയം കളയുന്നില്ല. സോൾവ് ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല. ലാംഡയുടെ വാല്യൂ വരിക ഒരു മിനിറ്റ്. നിങ്ങൾക്കേ ലാംഡ കിട്ടുക മൈനസ് 3 ആണ്. അതുപോലെ മ്യൂ കിട്ടുക 2 ആണ് കേട്ടോ. ലാംഡ മൈനസ് 3 മ്യൂ എന്താ? 2. ഓക്കെ. ചെയ്ത് നോക്കുക. ഇത് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നുമില്ല ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. കാര്യം ശ്രദ്ധിച്ചു നോക്കുക. ലാംഡ മൈനസ് 3 മ്യൂ 2 ഞാൻ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ട് മനസ്സിലാവില്ലല്ലോ. ചെയ്ത് നോക്കാം. എന്താ 30 into 30 ലാംഡ 30 into 38 അല്ലേ? പ്ലസ് 30 into 12 പ്ലസ് 9 ലാംഡ അല്ലേ? മൈനസ് 1 അല്ലേ? ഓക്കെ. അപ്പൊ എന്താ 30 into 13 എന്താ? 38 into 13. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. അവസാനം കട്ട് ചെയ്ത് പോയാലോ? ഓക്കെ. 30 into 38. What is 30 into 12? 30
130 26 156 അല്ല വരിക 156 അല്ല വരിക ലാംഡ പ്ലസ് 9 ലാംഡ എന്താ -1 അല്ലേ. അഗൈൻ 13 ചെയ്യേണ്ടി വരും അല്ലേ. 30 × 38 വാട്ട് ഈസ് 38 × 13? 3 24 2 3 9 11 അപ്പോൾ 8 3 അല്ലേ. 4 9 4 494 അല്ലേ വരിക 494. ഓക്കെ അപ്പം എന്തായി 494 പ്ലസ് 156 പ്ലസ് 9 ലാംഡ എന്താ 165 ലാംഡ അല്ലേ -1 അല്ലേ. അപ്പം നിങ്ങളുടെ എന്തായി 165 ലാംഡ എന്ന് പറഞ്ഞാൽ -495 അല്ലേ അല്ലേ. സോ ലാംഡ എന്താ -495 165 അല്ലേ അല്ലേ. ഇതെത്രയാ 3 അല്ലേ വരിക -3 അല്ലേ വരിക. യെസ് അല്ലെ. 165 × 3 എന്താ 165 × 3 3 5 15 19 യെസ് -49 മൈനസ് ഉണ്ടാവും -ആവും. ഓക്കെ അപ്പൊ കറക്റ്റാ ലാംഡ -3. ഞാൻ നേരത്തെ പറഞ്ഞ മാറി കറക്റ്റാ അല്ലേ. ലാംഡ എന്താ -3 അല്ലേ. അപ്പൊ ലാംഡ -3 ആണ് അല്ലെ. ലാംഡ -3 ആണെങ്കിലേ മ്യൂ എന്താ മ്യൂ ഇതല്ലേ. മ്യൂ ആരാ മ്യൂ ഈസ് 38 പ്ലസ് 12 ലാംഡ അല്ലെ. ലാംഡ -3 ആണെങ്കിലേ 38 12 × -3 -36 അല്ലേ. മ്യൂ എന്താ 2 ആണ് അല്ലേ. അപ്പൊ ലാംഡ -3 ആണ് മ്യൂ എന്താ 2 ആണ്. നേരത്തെ പറഞ്ഞ വാല്യൂ തന്നെയാണ്. ഞാൻ കാൽക്കുലേഷൻ തെറ്റുണ്ടോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്താട്ടോ. അപ്പൊ ലാംഡ കുഴപ്പമില്ല. ലാംഡ എന്താണ് ലാംഡ ഈസ് -3 മ്യൂസ് 2 ആ മ്യൂ 2 ആയി. ഈ പോയിന്റ് ആരാ മ്യൂ 2 ആയാലേ ഇത് 2 × 4 അല്ലേ. 4 + 4 എന്താ 8 ആ. ഇവിടെയോ മ്യൂ 2 ആയ 2 + 3 5 ആവൂലേ അല്ലേ. അപ്പൊ മ്യൂ 2 ആയാലേ 3 × 2 6 അല്ലേ. 6 + 5 എന്താ 11 അല്ലേ കിട്ടി അല്ലേ. ഈ ലാംഡ -3 അല്ലേ. ലാംഡ -3 ഈ പോയിന്റ് ആരാ -3 × -3 9 അല്ലേ. 9 + 2 എന്താ 11 അല്ലേ. ലാംഡ -3 ആയാലേ 2 × -3 -6 അല്ലേ. -6 + 6 0 അല്ലേ അല്ലേ. ലാംഡ -3 ആയാലേ 4 × -3 -12 അല്ലേ. -12 + 7 -5 അല്ലേ. ആ പോയിന്റ് കിട്ടി. ഇനി ചോദിച്ചാൽ അവിടെ നമ്മൾ ഡിസ്റ്റൻസിന് സ്ക്വയർ അല്ലേ. ഡിസ്റ്റൻസിന് സ്ക്വയർ കാണെങ്കിലേ ആ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ പറയാം. പക്ഷേ റൂട്ട് വേണ്ട കേട്ടോ. അപ്പം എന്താ കാരണം സ്ക്വയർ അല്ലേ വേണ്ട റൂട്ട് പോകും. അപ്പം എന്താ x2 - x1 2 11 - 8 3 അല്ലേ. 3 സ്ക്വയർ എന്താ 9 y2 - 1 2 0 - 5 -y സ്ക്വയർ എന്താ 25 -y -11 -16 അല്ലേ. 16 സ്ക്വയർ 286 അല്ലേ. അപ്പൊ 286 265 270 290 അല്ലേ വരിക. ഓപ്ഷൻ ബി 2 ആണ്. ഓക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കുറച്ച് ലെങ്തി ആണ്. കാൽക്കുലേഷൻ ഉണ്ടെന്ന് മാത്രമാണ്. ഓക്കെ